ഒരു ദിവസം നടക്കുമ്പോൾ ജസ്റ്റ് ഒരു പെയിൻ തോന്നി, ഒരു സെക്കൻഡ് നേരം. സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു ചെറിയ പെയിൻ തോന്നി. അപ്പോൾ നമ്മൾ നമ്മുടെ ലോക്കൽ ഡോക്ടറെ കണ്ടു. അദ്ദേഹം സജസ്റ്റ് ചെയ്തു ആൻജിയോഗ്രാം ചെയ്യണമെന്ന്. ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് ഞാൻ അറേഞ്ച് ചെയ്തെങ്കിലും എനിക്ക് ബ്ലഡ് ഉപയോഗിച്ചിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ എന്നോട് പറയാം എനിക്ക് ബ്ലഡ് ഉപയോഗിച്ചെന്ന് വേണമെങ്കിലും പറയാം. അവർ പറഞ്ഞ് ബ്ലഡ് ഉപയോഗിച്ചിട്ടില്ലെന്ന്. അവർ സത്യം മാത്രമേ പറയത്തുള്ളൂ. പണ്ടേ ഞങ്ങളുടെ ഇവിടെ ഒരു പറച്ചിലുണ്ട്, ജീവൻ ആവശ്യമുണ്ടെങ്കിൽ കാരിത്താസിൽ പോകും. സമയത്താണ് എനിക്ക് എൻ്റെ ഇളയ മരുമോള് ഡോക്ടർ രാജേഷ് രാമൻകുട്ടിയെ കുറിച്ച് ഡീറ്റെയിൽ ഇട്ട് തരുന്നത്. എൻ്റെ പേര് ഡാനിയൽ മോഹൻ എന്നാണ്. ഞാൻ ഒരുപാട് നടക്കുന്ന കൂട്ടത്തിലായിരുന്നു. 99% വെജിറ്റേറിയനാണ്. കള്ളു കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. പക്ഷേ 7-8 കിലോമീറ്റർ ഡെയിലി നടക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നടക്കുമ്പോൾ ജസ്റ്റ് ഒരു പെയിൻ തോന്നി, ഒരു സെക്കൻഡ് നേരം. വീണ്ടും നടക്കുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു ചെറിയ പെയിൻ തോന്നി. അപ്പോൾ നമ്മൾ നമ്മുടെ ലോക്കൽ ഡോക്ടറെ കണ്ടു. അദ്ദേഹം സജസ്റ്റ് ചെയ്തു ആൻജിയോഗ്രാം ചെയ്യണമെന്ന്. ഒരു പ്രൊഫസറെ കണ്ടു. പുള്ളി ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ ഡേറ്റ് നമ്മൾ അഡ്മിറ്റായി. അവർ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പഴയതിനേക്കാട്ടിലും പെയിൻ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പം ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് ചെന്നു. അദ്ദേഹം നമുക്ക് മരുന്നൊക്കെ തന്നു, ആവശ്യമില്ലാത്തതോ ആവശ്യമുള്ളതോ എല്ലാം മരുന്നുകൾ തന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് പോകുന്ന ഡോക്ടറെ കാണും. അങ്ങനെ 6 മാസമായപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് വീണ്ടും ഒരു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം 3 പ്രാവശ്യമായി എന്നാണ്. 2 ആൻജിയോഗ്രാമും ഒരു ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ തന്നെ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഓപ്പൺ ഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പൺ ഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് കാലിയാക്കി. ആ സമയത്താണ് എനിക്ക് എൻ്റെ ഇളയ മരുമോള് ഡോക്ടർ രാജേഷ് രാമൻകുട്ടിയെ കുറിച്ച് ഡീറ്റെയിൽ ഇട്ട് തരുന്നത്. ഞാൻ നെക്സ്റ്റ് ഡേ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു നമുക്കിത് കീ ഹോളിൽ കൂടെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. കീ ഹോളിൽ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞ ഡേറ്റിന് 13/11/2023 അഡ്മിറ്റായി. 15/11/2003 എൻ്റെ ഓപ്പറേഷൻ എടുത്തു. അപ്പോൾ എൻ്റെ ഇളയ മരുമോൾ തന്നെ എൻ്റെ കൂടെ തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നു. ഓപ്പറേഷൻ 100% സക്സസ് ആയിരുന്നു. എനിക്ക് വേറെ ഇതൊന്നുമില്ല. രാജേഷ് രാമൻകുട്ടിയെ കുറിച്ച് നമ്മൾ എത്രമാത്രം പറഞ്ഞാലും അത് ഒരു ഇതാകത്തില്ല. കാരണം അദ്ദേഹം അത്ര ഡിവോട്ടഡ് ഡോക്ടറാണ്. അമേരിക്കയിലൊക്കെ പഠിച്ചു, ഇവിടെ ഇത്രയും കാലം കൊണ്ട് ജോലി ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം രാവിലെ പകലില്ലാണ്ട് എന്ത് ചെയ്യുന്നെങ്കിലും നമ്മളൊരു ആളടുത്ത് എന്ന് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാം നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു, സക്സസ് ആയി. ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹം ചോറുണ്ണാനായിട്ട് വെളിയിലോട്ട് വരുമ്പോൾ എൻ്റെ ഇളയ മരുമോളെ അകത്ത് വിളിച്ചു, തിയേറ്ററിന് അവിടെ വിളിച്ചിട്ട് മോളോടെ എന്താണ് സംഭവിച്ചത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് 25/11/2023 എന്നെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ എൻ്റെ മരുമോൾ പോയിട്ട് എൻ്റെ മോൻ വന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. എനിക്ക് അതിനുശേഷം എനിക്ക് പറയത്തക്ക യാതൊരുവിധ കംപ്ലൈൻറ്റുകളും ഇല്ല. അദ്ദേഹം പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പ് ചെയ്യുന്നു. നോക്കിയിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പോയി, നല്ല ഒപ്പീനിയൻ പറഞ്ഞു. വീണ്ടും 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പോയി, ഒപ്പീനിയൻ നല്ലതാണ്. അപ്പോൾ ഇനി 3 മാസം കഴിഞ്ഞ് പോയാൽ മതി. എനിക്ക് വേറെ പരാതികളൊന്നുമില്ല. അദ്ദേഹം തന്ന മരുന്നാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. എനിക്ക് ഡയബറ്റിക് ഉണ്ട്, കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ട്. പക്ഷേ അതെല്ലാം കൺട്രോളിലാണ്. ഡോക്ടർ തന്ന മരുന്ന് ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന കൂട്ടത്തിൽ രാജേഷ് രാമൻകുട്ടിയെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അനസ്തേഷ്യയായി നിൽക്കുന്ന ഡോക്ടർ ജിഷയെക്കുറിച്ച് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇത്രയും
എന്താ പറയുക, ദർ ഇസ് നോ വേർഡ് ടു അപ്രിഷ്യേറ്റ്. എപ്പോഴവർ ഉറങ്ങുന്നെന്നോ ഒന്നും നമുക്കറിയത്തില്ല. അത്ര ഡിവോട്ടഡ് ജോലിയാണ് ഇത്. രണ്ടുപേരല്ല, കൂടെ വേറെ ഡോക്ടേഴ്സുണ്ട്. അവരെല്ലാവരും ഒന്നിനൊന്നിന് നല്ല. ഈ സെയിം ടൈമിന് രാജേഷ് രാമൻകുട്ടിയുടെ ഓഫീസിൽ ഒരു കുട്ടിയുണ്ട്, റീന. അതാണ് അതിനേക്കാട്ടിലുമാണ്. എപ്പം നമ്മൾ വിളിക്കുന്നോ, നമുക്ക് അപ്പോയിൻമെൻറ്റ് തരുന്നു, നമ്മൾ പോയി കാണുന്നു, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇൻഷുറൻസിലായാലും എല്ലാം നമുക്ക് വളരെ കോപ്പറേറ്റീവാണ്. ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ. ഈവൻ എന്തിനു പറയുന്നു, ക്യാൻറ്റീനിലെ ചായ പോലും അത്ര ഇതാണ്. പിന്നെ ആളുകൾക്കൊരു സംശയമുണ്ട്, ഈ കീഹോൾ ചെയ്ത് കഴിഞ്ഞാൽ ദേഹത്ത് പാടുകൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നും. പക്ഷെ ഒന്നുമില്ല. ഒരു ബ്രസ്റ്റിൻ്റെ താഴെ ഒരു സ്കാർ മാത്രമേ ഉള്ളൂ, അല്ലാതെ കൊണ്ട് വേറെ യാതൊന്നുമില്ല. ഞാൻ ഇപ്പം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2.5 മാസമായി, 2-3 മാസമാകുന്നു. ഞാൻ ഇതിനിടയ്ക്ക് എറണാകുളത്ത് പോയി. കഴിഞ്ഞ 3 ദിവസം ഞാൻ സുൽത്താൻ ബത്തേരി പോയി അവിടെ താമസിച്ചു. എന്നിട്ട് ഇന്നലെ രാവിലെയാണ് ഞാൻ വന്നത്. എനിക്ക് ട്രാവൽ ചെയ്യുന്നതിന് വിഷമമില്ല. 2.5 മാസം ആയാലും ആലോചിക്കണം. 2.5 മാസം കൊണ്ട് ഞാൻ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു, അവിടെ പോയി താമസിക്കുന്നു, തിരിച്ചു വരുന്നു. വേറെ ഇത്ര എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വർഷം ഞാൻ കേരളം വിട്ടു നിന്നൊരു വ്യക്തിയാണ്. അതിൽ എൻ്റെ പഠിത്തമൊക്കെ ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ പോയി 45 വർഷം ഒരേ കമ്പനിയിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. 45 വർഷം ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഭയങ്കര ടെൻഷൻ എടുത്ത് ജോലി ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഞാൻ ഒരു 2 ദിവസം ലീവ് എടുത്തിട്ടുള്ള, അല്ലാതെ 45 വർഷത്തുള്ള ഞാൻ ലീവ് പോലും എടുത്തിട്ടില്ല. ഞങ്ങൾ ബ്രദേഴ്സ് എല്ലാവരും അവിടെയാണ്. പക്ഷേ നമ്മൾ ഓൾ റൈറ്റാണ്. പള്ളിയിലെ എല്ലാ കാര്യത്തിനും നമ്മൾ പോവും. പള്ളിയിൽ ഞാനൊരു ചീഫ് കുക്കാണ്. ഒരു നല്ല ഒരു സ്പോർട്സ് സംഘാടകനാണ്. എന്നെ കണ്ടാൽ ഇതൊന്നും തോന്നത്തില്ല, പക്ഷേ ഇതാണ് സത്യം. കീഹോള് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ 99% വെജിറ്റേറിയനാണ്. അതിൻ്റേതായ ഇതുണ്ട്. എനിക്ക് മീനോ ഇറച്ചിയോ ഒന്നും വലിയ താല്പര്യമില്ല എന്നും പറഞ്ഞ് കഴിക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ വൈഫ് കഴിക്കാറുണ്ട്, എൻ്റെ മക്കൾ കഴിക്കാറുണ്ട്, എല്ലാവരും കഴിക്കാറുണ്ട്. പക്ഷേ ഞാൻ 99% വെജിറ്റേറിയനാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ട് കാണും. പക്ഷേ എന്നാലും ഞാൻ ഓക്കെയാണ്, 100% ഞാൻ ഓക്കെയാണ്. പ്രത്യേകിച്ച് ഡോക്ടർ എന്നോട് ചെയ്തു തന്നത്, ഞാൻ അദ്ദേഹത്തെ കടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ ഏജ് ചോദിച്ചു. ഞാൻ പറഞ്ഞു 72, 73 എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും അദ്ദേഹം സ്വന്തമായിട്ട് കണക്ക് കൂട്ടുന്നത് ഞാൻ കേട്ടു. 78. ഓക്കെ, എന്തായാലും ഒരു 5 വർഷത്തേക്ക് എനിക്കൊരു എക്സ്റ്റൻഷൻ തന്നല്ലോ. അതിൽ ഞാൻ അദ്ദേഹത്തോടെ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ദൈവം കഴിഞ്ഞ ഉള്ളല്ല. പക്ഷേ എങ്കിലും രാജേഷ് രാമൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് നമ്മൾ എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു പേരാണത്. പ്രത്യേകിച്ച് കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് ഡോക്ടേഴ്സ് അതിലും ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ജിഷ ഡോക്ടറെ നമ്മൾ ഒരിക്കലും മറക്കാനൊക്കത്തില്ല. അത്ര കരുണയുടെ മനസ്സുള്ളവരാണ് അവരൊക്കെ. പിന്നെ നമ്മളെ വീൽ ചെയറിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വന്നാൽ മതി, അവർ നമ്മളെ വീൽ ചെയറിൽ എത്തിക്കേണ്ടടുത്തെത്തിക്കും, ഇത് ചെയ്യും. പിന്നെ സിസ്റ്റേഴ്സ്, ഞാൻ പറയുക റീന, ഷീസ് ഫൈൻ. വളരെ സൂപ്പറായിട്ടുള്ളൊരു കോച്ചാണ്. നമ്മളെ ഒരു നല്ല ഹൃദയത്തോടെ നമ്മളെ ഡോക്ടറെ കാണിക്കാനും ബാക്കിയുള്ളിടത്ത് ഇത് ചെയ്യാനും എല്ലാവരും ഓടിക്കോളും. പിന്നെ വാർഡിൽ ഞാൻ റൂമിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ്, എനിക്ക് അതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല, പക്ഷേ ഇത്രയും നല്ല പിള്ളേർ. ഞാൻ ഈ അഡ്മിറ്റ് ആകുന്ന ദിവസം രാവിലെ വന്നു. അപ്പം ഇൻഷുറൻസും ബ്ലഡ് വേണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് ബ്ലഡ് കയറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ അറേഞ്ച് ചെയ്തു കൊടുത്തു. പക്ഷെ നമുക്ക് ബ്ലഡിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പ്രത്യേകിച്ച് അവിടുത്തെ ആ വാർഡിൽ എന്നെ നോക്കുന്ന ഒരു കൊച്ചുകുട്ടി, ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഒരുപക്ഷെ അത് സ്വന്തം അപ്പൂപ്പനെ നോക്കുന്നത് മാതിരി നമ്മളെ നോക്കിയിട്ടുണ്ട്. അവരെല്ലാവരും ഒന്നിനൊന്നിനും ബെറ്ററാണ്. ആരെയും മാറ്റി നിർത്താനൊക്കത്തില്ല. ഈവൻ സെക്യൂരിറ്റി പോലും മാറ്റി നിർത്താനൊക്കത്തില്ല.
അതായത് പണ്ടേ ഞങ്ങളുടെ ഇവിടെ ഒരു പറച്ചിലുണ്ട്, ജീവൻ ആവശ്യമുണ്ടെങ്കിൽ കാരിത്താസിൽ പോവുക. അത് നമ്മളിപ്പോൾ അനുഭവിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് ഞാൻ അറേഞ്ച് ചെയ്തെങ്കിലും എനിക്ക് ബ്ലഡ് ഉപയോഗിച്ചിട്ടില്ല. അവർക്ക് വേണേൽ എന്നോട് പറയാം, എനിക്ക് ബ്ലഡ് ഉപയോഗിച്ചെന്ന് വേണേലും പറയാം. കാരണം നമ്മൾ അറേഞ്ച് ചെയ്തു. അവർക്ക് വേണേൽ പറയാം. പക്ഷെ അവരത് പറയത്തില്ല. അവർ പറഞ്ഞ് ബ്ലഡ് ഉപയോഗിച്ചിട്ടില്ലെന്ന്. അവർ സത്യം മാത്രമേ പറയത്തുള്ളൂ, ബ്ലഡ് ഉപയോഗിച്ചിട്ടില്ല. വളരെ ഈസി എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിസ്ചാർജ് ചെയ്യുന്നിടം വരെ എനിക്കൊരു വേദനയോ അല്ലെങ്കിൽ ഒന്നും എനിക്കറിയത്തില്ല. അത്ര പെർഫെക്റ്റ് ആയിരുന്നു അവരുടെ കാര്യങ്ങൾ. നമുക്കത് ഒരു വേർഡില്ല പറയാനായിട്ട്. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ മക്കൾ, ഇളയ മോനും മൂത്ത മോനും ഒക്കെ ഉണ്ടായിരുന്നു. അവർ എന്നെ വേണ്ട തരത്തിലെല്ലാം ഇത് ചെയ്തു. ഒരു 10-15 ഡേയ്സ് ഞാൻ റെസ്റ്റ് എടുത്തു. 10-15 ഡേയ്സ് റിയലായിട്ടും റെസ്റ്റ് എടുത്തു. വൈഫൊക്കെ മക്കളൊക്കെ വാരിത്തരുമൊക്കെ ചെയ്തു. ബാത്റൂമിലെല്ലാം കൊണ്ടു കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാനെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ സ്വന്തമായിട്ടാണ് കുളിക്കുന്നത്, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് യാതൊരു വിഷമവും ഇല്ല. ഇവിടെ പഴയ ഹോസ്പിറ്റലിൽ ചിലവാക്കിയതിൻ്റെ 1/3 പോലും ഞാനിവിടെ ചിലവാക്കിയിട്ടില്ല. ബട്ട് ബെറ്റർ റിസൾട്ട്. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എനിക്കിനി ട്രാവൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഇരിക്കാൻ നമ്മൾ ട്രാവൽ ചെയ്തു. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എല്ലാ ഫുഡും കഴിച്ചു. വെജിറ്റേറിയനാണ് ഇഷ്ടം. പക്ഷേ എന്നാലും ഒരു വാക്കുകൊണ്ടോ ഒരു ഇതുകൊണ്ടോ നമുക്ക് രാജേഷ് രാമൻകുട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ കാരിത്താസിനെ കുറിച്ചോ പറഞ്ഞു തീർക്കാനൊക്കത്തില്ല. പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എത്രയോ മഹനീയമാണ്, എത്രയോ നല്ല കാര്യമാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൺ, എറണാകുളത്ത് വേറെ ഹോസ്പിറ്റലുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതുപോലെ ഇദ്ദേഹം എത്ര മണിക്കൂറാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നതെന്നറിയോ തിയേറ്ററിൽ? 4-5 മണിക്കൂർ എടുക്കുന്ന ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അടുത്ത ഓപ്പറേഷന് പോവുക. ഒരു ദിവസം എനിക്കറിയത്തില്ല, പക്ഷേ ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൺ ഒരു ദിവസം 3-4 ഓപ്പറേഷൻ വരെ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് എല്ലാവരെ കൊണ്ടും പറ്റില്ല. അതുമാത്രമല്ല, അതിനിടയ്ക്ക് അദ്ദേഹം നമ്മൾ ചെല്ലുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മളെ വന്ന് കാണും, നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ സംസാരിക്കും, നമ്മളെ പരിശോധിച്ചതിന് ശേഷം നമ്മളെ ഫ്രീ ആകത്തുള്ളൂ. അതൊക്കെ അദ്ദേഹത്തിന് മാത്രം ചെയ്യാവുന്ന ഗുണങ്ങളാണ്. പിന്നെ അവിടുത്തെ എല്ലാ സ്റ്റാഫും, നോട്ട് ഓൺലി സെക്യൂരിറ്റി, നോട്ട് ഓൺലി ട്രോളി വീൽ ചെയർ കൊണ്ടുപോകുന്നവർ അല്ല, എല്ലാവരും ഈവൻ ലാബ് എല്ലാവരും നല്ല ഇതാണ്. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു കംപ്ലൈൻറ്റും, ഞാൻ ഒരാഴ്ച അവിടെ കിടന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ 3-4 പ്രാവശ്യം ഞാൻ ചെക്കപ്പിനായിട്ട് പോയി. 100% വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഹാപ്പിയാണ്.